അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. അഫാന്റെ ഉമ്മ മൊഴി കൊടുത്തിരിക്കുകയാണ്. അഫാൻ തന്നെയാണ് തന്നെ ആക്രമിച്ചത് എന്ന തരത്തിലാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. ശ്രീകണ്ഠൻ നായർ വീട്ടിൽ പോയി ചോദിക്കുന്ന സമയത്തും ഇവർ ഉറച്ചു തന്നെ നിന്നു കട്ടിലിൽ നിന്ന് വീണതാണെന്നുള്ള കാര്യത്തിൽ. രാവിലെ ശ്രീകണ്ഠൻ നായർ പോയി, വൈകുന്നേരം പോലീസുകാർ വന്ന് ചോദിച്ചപ്പോൾ മൊഴി മാറ്റി. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. ആദ്യം ആ ന്യൂസ് ഒന്ന് കേൾക്കാം. ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഷെമി വെളിപ്പെടുത്തിയതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അഫാൻ തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്ന് മാതാവ് ഷെമി മൊഴി നൽകിയിട്ടുണ്ട്. ഈ കേസുണ്ടായി ഇത്രയും ദിവസം ഇതുവരെയും അങ്ങനൊരു മൊഴി ഷെമിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. മാത്രവുമല്ല, ആ ഇൻസിഡന്റ് അന്നേരം നടന്ന ദിവസം നടന്ന ഇൻസിഡന്റ് ഓരോന്നായി ഷെമി ഇന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലും വ്യക്തത പോലീസ് പ്രതീക്ഷിക്കുന്നു. അഫാൻ തന്റെ പിന്നിൽ വന്ന ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം താൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പിന്നിൽ നിന്ന് കഴുത്തിലുണ്ടായിരുന്ന ഷാൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തു മുറുക്കി. അപ്പോൾ തന്നെ ബോധം പോയി എന്ന് ഷെമി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ്, മുറിയുടെ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം നടന്നിട്ടുള്ള സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഈ ഷെമിയെ ആദ്യം ആക്രമിച്ച് ഷാൾ കൊണ്ട് കഴുത്ത് ഞെരിച്ച ശേഷം അഫാൻ വീട്ടിൽ നിന്ന് മുറിയിൽ പൂട്ടിയിട്ട ശേഷം പോയിരുന്നു. ആ സമയത്തൊക്കെ ഷെമി അർദ്ധബോധാവസ്ഥയിലായിരുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ പൂർണ്ണമായും ഷെമി ബോധരഹിതയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ് പോലീസുകാർ വൈകിട്ടോടെ ജനൽ തകർക്കുമ്പോൾ മാത്രമാണ് തനിക്ക് ബോധമുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഷെമി പറഞ്ഞിരിക്കുന്നു. ഒരു വഴുവഴുപ്പുള്ള വസ്തുവിൽ ചവിട്ടി വീഴുന്നത് പോലെ തനിക്കിടയ്ക്ക് തോന്നിയിരുന്നു എന്നുള്ള കാര്യം കൂടി ഷെമി, അതൊരു പക്ഷേ രക്തമായിരുന്നിരിക്കാം, ഷെമി അത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അഫാന്റെ ഉമ്മ ഷെമിയുടെ ലേറ്റസ്റ്റ് മൊഴി. മൂന്നാമത്തെ തവണ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇവർ ഈ സത്യം വെളിപ്പെടുത്തിയത്. എനിക്ക് തോന്നുന്നു ഇവരിപ്പോ ഈ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, രാവിലെ ശ്രീകണ്ഠൻ നായർ ഇവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവര് വീട് 24 ന്യൂസിന്റെ വക വെച്ചു കൊടുക്കാമെന്നും പറഞ്ഞായിരുന്നു. ശ്രീകണ്ഠൻ നായർ സാറ് ചോദിച്ച ആ ഒരു സമയത്തും ഇവര് പഴയ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അത് പലതവണ ചോദിച്ചിട്ടും അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്തായാലും ആ വീഡിയോ ജസ്റ്റ് ഞാൻ ഒന്നുകൂടി ഒന്ന് പ്ലേ ചെയ്യാം. ഉമ്മയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ ഉമ്മ ഇപ്പോ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത്? അതാണ് കറക്റ്റ്, ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. എനിക്ക് അതേ ഓർമ്മ ഉള്ളു. അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്, എന്റെ ഓർമ്മയിലും അത് തന്നെയാണ്. ഉമ്മയുടെ പോലീസുകാർ കുറെ തവണ ചോദിച്ചോ ഇത്? ചോദിച്ചു, 2 തവണ ചോദിച്ചു. എനിക്കൊന്നും ഓർമ്മ കിട്ടാത്തോണ്ടാണോ ഇനി അതങ്ങനെ തോന്നുന്നത്? ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങള്, സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. റഹീമിനോട് ഇത് തന്നെയാണോ പറഞ്ഞത്? ഇതാണ് രാവിലെ പറഞ്ഞത്. ഇതാ മൊഴിയിൽ തന്നെ ഉറച്ച് അവർ നിൽക്കുകയാണ്. ഇതിനുശേഷം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്റെ മകനെ പുറത്തിറക്കാൻ സഹായിക്കണം എന്നുള്ള രീതിയിൽ. അതോടെ കാണാം. പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുക. കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഉമ്മ. സാറേ, എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എന്റെ കൊച്ചിനെ ഇറക്കി തരണം. അങ്ങനെയെങ്കിൽ എന്റെ മൂത്തോ ഇളയോ മരിച്ചു, എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം. എങ്ങനെയെങ്കിലും എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറിച്ച് ഞാൻ മനുഷ്യന് നമുക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് രാവിലെ നടന്നത്. ഇതിനുശേഷം ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞ് കമന്റ് സെക്ഷനിൽ നല്ല രീതിയിൽ നെഗറ്റീവ് വന്നു തുടങ്ങി. ഇവർക്ക് എന്തിന് വീട് വെച്ച് കൊടുക്കണം, ഇവരെക്കാൾ അർഹതയുള്ള ഒരുപാട് പേരുണ്ട്, ഇപ്പോഴും ഇവർ ആ ക്രിമിനലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാനും ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇവർക്കെതിരെയാണ് കമന്റ്സ് മുഴുവൻ വരുന്നത്. 2 ദിവസം മുന്നേ 24-നകത്ത് റഹീമിന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോന്ന് അറിയില്ല. നല്ല രീതിയിൽ വ്യൂവർഷിപ്പ് കിട്ടിയ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ആ ഇന്റർവ്യൂവില് റഹീമിന്റെ, അതായത് അപ്പാന്റെ വാപ്പാന്റെ നിസ്സഹായകാവസ്ഥ കണ്ട് ഇദ്ദേഹത്തെ സഹായിക്കണം, ഞാൻ സ്ഥലവും വീടും വെച്ചു കൊടുക്കാം, അങ്ങനെ പറഞ്ഞു വരെ ആ വീഡിയോയുടെ അടിയിൽ കമന്റ് സെക്ഷനിൽ വന്ന് ഓരോരുത്തരും പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ചേർത്ത് പിടിക്കണം, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്നാൽ ഇദ്ദേഹത്തെയും കുടുംബത്തെയും രക്ഷിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ആ ഒരു രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത്രയും സഹായിക്കാൻ വേണ്ടി നിന്ന ജനങ്ങള് ഈ ഒരൊറ്റ വീഡിയോ, ഈ ഷെമി അപ്പാന്റെ ഉമ്മ പറയുന്ന ആ ഒരൊറ്റ വീഡിയോ കണ്ടിട്ട് ഈ കംപ്ലീറ്റ് ആളുകളും തിരിഞ്ഞു. അപ്പോഴത്തേക്കും കാര്യം മനസ്സിലായി. മേ ബി റഹീമോ അല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ള ആളുകളോ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയെങ്കിലും സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ഉള്ള സപ്പോർട്ട് പോലും ആളുകൾ തരില്ല എന്ന്, ഇപ്പോ സഹായിക്കാൻ വന്നവര് പോലും ഇട്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. റഹീമിനെയും ഇവരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബന്ധുക്കളും കൂടെ നിൽക്കാത്ത അവസ്ഥയാണ്. കയ്യിലാണെങ്കിൽ നയാ പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോ ഓരോരുത്തരുടെ സഹായം പറ്റിയാണ് ഇവര് ജീവിക്കുന്നത്. അപ്പോ ആ ഒരു അവസ്ഥയിൽ ജനങ്ങൾ കൂടി ഇവർക്കെതിരെ ആയി കഴിഞ്ഞാൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല.
ഒറ്റപ്പെട്ടു പോകും, കംപ്ലീറ്റ് ആയിട്ട് ഒറ്റപ്പെട്ടു പോകും. അപ്പൊ കൂടെയുള്ള ആളുകൾ നല്ല രീതിയിൽ ഇവരെ കാര്യം പറഞ്ഞ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഒരു ഏറ്റുപറച്ചിലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് ഇവരുടെ രാവിലെയുള്ള ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത്ര പെട്ടെന്ന് ഇവരുടെ ഇത്രയും വലിയ മാറ്റം സംഭവിക്കുമെന്ന്. എന്തായാലും കൂടെയുള്ള ആളുകൾ ധരിപ്പിച്ചിട്ടുണ്ട്, കയ്യിൽ നിന്ന് എന്തായാലും പോകുന്ന ലക്ഷണമാണ്, മൊഴി മാറ്റി പറഞ്ഞോളാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഇനി വീടും കിട്ടത്തില്ല, ഒരു കുന്തവും കിട്ടത്തില്ല, തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇവർ ഈ മൊഴിയിൽ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ഈ കടവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കടം മേടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും അതും കൂടി ഒന്ന് കേൾക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തനിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ഭർത്താവ് അറിയാതെ തന്നെ 35 ലക്ഷത്തിലധികം രൂപയുടെ ഭർത്താവ് അറിയാതെ എങ്ങനെയാണ് ഈ 35 ലക്ഷം രൂപ കടബാധ്യത ഉണ്ടാവുന്നത്? 10, 5,000 പോട്ടെ, 10,000 പോട്ടെ, 3 ലക്ഷം രൂപ ആണെങ്കിലും വേണ്ടിയില്ല. കുടുംബത്തിന് വേണ്ടി ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവ് അറിയാതെ നാട്ടില് ഭാര്യയ്ക്ക് ഈ 35 ലക്ഷം രൂപയുടെ കടബാധ്യത എങ്ങനെ ഉണ്ടായി? അതിന് മറുപടി ഇവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ നടക്കുന്ന ദിവസം നിരവധിയായിട്ടുള്ള ആൾക്കാർക്ക് പണം തിരികെ കൊടുക്കേണ്ട ദിവസമായിരുന്നു. 50,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. ഈ പണത്തിന് വേണ്ടി സ്വന്തം ബന്ധുവിന്റെ വീടായിട്ടുള്ള തട്ടത്തുമലയിലെ വീട്ടിലുൾപ്പെടെ നിരവധിയായിട്ടുള്ള വീടുകളിൽ പോയിരുന്നു. പക്ഷെ അവിടെയെല്ലാം മകൻ ഉൾപ്പെടെ തനിക്ക് അധിക്ഷേപം ആണ് കേട്ടത്. അത് മകന്റെ മനസ്സിൽ വലിയ തോതിലുള്ള വിഷമം ഉണ്ടാക്കി. അതിനുശേഷമാണ് മകൻ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്നാണ് മൊഴി. ഇവരിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ എന്നും 50,000 രൂപ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ കുറെ ആളുകൾക്ക് കൊടുക്കാനുണ്ടെന്നാണ് ഇത് മൊഴിക്കകത്ത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ആരൊക്കെയെന്ന് കണ്ടുപിടിക്കണം. മൊബൈൽ ഫോണിലെ ഡീറ്റെയിൽസ് എടുക്കാനൊന്നും വലിയ പാടൊന്നും ഇല്ലല്ലോ. ലാസ്റ്റ് കോൾ ഹിസ്റ്ററി നോക്കിയാലും അല്ലെങ്കിൽ ഇങ്ങോട്ടും അങ്ങോട്ടും വന്ന കോളുകളൊക്കെ പരിശോധിച്ചറിയാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആളുകൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് അന്വേഷണം പോകണം. മാത്രവുമല്ല ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ സംഭവം നടക്കുന്ന ദിവസം ഇവൻ ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ ആട്ടി പറഞ്ഞു വിട്ടു എന്നും പറയുന്നുണ്ട്. ആ പറഞ്ഞത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പ്രോപ്പർ ആയിട്ട് ഇത് ആസൂത്രണം ചെയ്തുള്ള കൊലയാണ്. ആ ഒരു കൊലയുടെ ഒരു ഇത് നോക്കിയിട്ട് ഇവൻ ആദ്യം വീട്ടിൽ വരുന്നു, അനിയന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു, നേരെ പിന്നെ ഇവന്റെ മൂത്താപ്പാടെ വീട്ടിൽ പോകുന്നു, അവിടെ കൊല്ലുന്നു, പിന്നെ വല്ലുമ്മാടെ വീട്ടിൽ പോകുന്നു, അവരെ കൊല്ലുന്നു, കാമുകിനെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊല്ലുന്നു. എന്തായാലും ഈ അതിനകത്ത് ഒരു വലിയ പ്ലാനിങ് തന്നെ അവനൊക്കെ ഉണ്ട്. ഈ ചുറ്റിക വാങ്ങിച്ചതടക്കം ആ പ്ലാനിങ്ങിന്റെ ഒരു ഇതിലാണ്. അപ്പോ രാവിലെ അവിടെ പോയി ഉണ്ടായ ഒരു അപമാനത്തെ തുടർന്ന് ഉണ്ടായ ഒരു പ്രകോപനത്തിന്റെ കാരണമല്ല. പെട്ടെന്ന് ഈ ഒരു പ്ലാൻ തയ്യാറാക്കി കൊന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. 2 മക്കളും താനും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഇളയ മകനൊപ്പം പലപ്പോഴും യൂട്യൂബിൽ അക്കാര്യങ്ങൾ സെർച്ച് ചെയ്തിരുന്നു എന്നും ഷെമി ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട്. ഒരു കാര്യം അവർ ഈ മൊഴിക്കകത്ത് പറയുന്നില്ല. എങ്ങനെ അവർക്ക് ഈ കടമുണ്ടായി? ഈ 35 ലക്ഷം രൂപ എന്തിനു വാങ്ങി? ഈ 35 ലക്ഷം രൂപ എങ്ങനെ ചെലവായി? ഇതിനൊക്കെയുള്ള മറുപടി ഇനിയും കിട്ടാനുണ്ട്. മകനാണ് ആക്രമിച്ചതെന്നുള്ള കാര്യം അവർ സമ്മതിച്ചു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ അത്ര കൺവിൻസിങ് അല്ല. ഇനിയും വ്യക്തത വരാനുണ്ട്. രാവിലെ ആ ശ്രീകണ്ഠൻ നായർ പോയ ആ ഒരു കാര്യം ഈ കള്ളം ഇങ്ങനെ ആവർത്തിച്ച് പറയുകയും ഈ മകനെ പുറത്തിറക്കാൻ സഹായിക്കണമെന്ന് പറയുകയും അത് കണ്ടപ്പോ തന്നെ ഇവരോടുള്ള ആ ഒരു അതങ്ങ് നഷ്ടപ്പെട്ടു. ഇനി മേ ബി അതുകൊണ്ടായിരിക്കണം ഇവര് പറയുന്ന പല കാര്യങ്ങളും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തത്. ഇനി വേണമെങ്കിൽ ഇവര് തരുന്ന പല മൊഴിയും ഇവരെ അനുകൂലിക്കുന്ന തരത്തിൽ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യഥാർത്ഥ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കല്ലെറിയേണ്ട അവസ്ഥ വന്നാൽ ഇവരെ അത് നല്ല രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഇതുമായിട്ട് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ, ഇവർക്കൊരു നെഗറ്റീവ് റോൾ ഉണ്ടെങ്കിൽ അത് ഇനി ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല. അത് പോലീസ് തന്നെത്താനെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഇവർ ഈ ലാസ്റ്റ് പറഞ്ഞ പണവുമായി ബന്ധപ്പെട്ട് തന്നേക്കുന്ന മൊഴി അത്ര കൺവിൻസിങ് അല്ല. എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.